2025 ക്രിസ്മസിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അച്ഛൻ പോയതിന് ശേഷമുള്ള രണ്ടാമത്തെ ക്രിസ്മസ് ആണ്. കോളേജിലെ യൂണിവേഴ്സിറ്റിയിലെ അവസാനത്തെ ക്രിസ്മസ് ആണ്. കൃഷ്ണനും യേശുവും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വളരെ റെയർ പിക്കാണത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന അധീന തന്നെയാണോ വീട്ടിലെ അധീന എന്നുള്ളത് നമുക്ക് വീട്ടിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് വരാം. പണിയാണോ? ഇല്ല, വീട്ടിലെങ്ങനെയാണ് അധീന? വലിയ കുഴപ്പമില്ല. അന്നിങ്ങനെ ചൊറിയും. ചേച്ചിന്ന് വിളിക്കാറുണ്ടോ? വല്ലപ്പോഴും ആവശ്യങ്ങൾക്ക് നിസാര കാര്യത്തിന് പോലും നമുക്ക് ഭയങ്കര തുള്ളൽ വരും. BJP എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇതായിരുന്നു പേടി. ഇവളതിലോട്ട് ആയതിനു ശേഷമാണ് നമ്മൾ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് അതങ്ങ് മാറി തുടങ്ങി. പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ആദ്യം ഒന്ന് പുകഴ്ത്തിയിട്ട് പിന്നെ അച്ഛന്റെ സ്വഭാവം കൂടുതൽ ആൾക്കാർ അത് മോൾക്കാണ്. പിന്നെ നമസ്തേ, എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. ഈ ക്രിസ്തുമസ് ദിനത്തിൽ നമുക്കൊപ്പമുള്ളത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം വാക്കുകൾ കൊണ്ട് യുദ്ധം തീർക്കുന്ന അധീന ഭാരതിയും കുടുംബവുമാണ്. അധീനയുടെയും അധീനയുടെ കുടുംബത്തിന്റെയും വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാനും കേൾക്കാനും എല്ലാം പോകുന്നത്. ആദ്യം നമുക്ക് അധീനയുടെ വിശേഷങ്ങൾ അറിയാം. അതിന് നമുക്കൊപ്പം അധീനയുണ്ട്. അതിന് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, എന്തൊക്കെയുണ്ട് അധീന ക്രിസ്തുമസ് വിശേഷങ്ങൾ? നന്നായി പോകുന്നു ക്രിസ്മസ് കാര്യങ്ങളൊക്കെ. എന്നാൽ 2025 ക്രിസ്മസിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? 2025 ക്രിസ്മസിന്റെ പ്രത്യേകത അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല. എന്നാലും അച്ഛൻ പോയതിന് ശേഷമുള്ള രണ്ടാമത്തെ ക്രിസ്മസ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കോളേജിലെ യൂണിവേഴ്സിറ്റിയിലെ അവസാനത്തെ ക്രിസ്മസ് ആണ്. അങ്ങനെയുള്ള കുറച്ച് സങ്കടങ്ങളാണ്. അതെ 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 അതെ. പിജിയും ഡിഗ്രിയും PG ഒക്കെ അതെ അവിടെയായിരുന്നു. അപ്പൊ ഇനി അത് മിസ് ചെയ്യാൻ പോവാണ് അടുത്ത വർഷം മുതൽ. അപ്പൊ അതിനു വേണ്ടി കുറച്ചും കൂടി എക്സ്ട്രാ എഫേർട്ട് ഇടുന്നുണ്ടോ ആഘോഷങ്ങളൊക്കെ അടിപൊളിയാക്കാൻ? കോളേജിലെ ആഘോഷമുണ്ട്. ഇപ്പോൾ കോളേജിന്റെ ആഘോഷമുണ്ട്, യൂണിവേഴ്സിറ്റിയുടെ ആഘോഷമുണ്ട്, അതുപോലെ തന്നെ ക്ലാസ്സിലെ ഡിപ്പാർട്ട്മെന്റിന്റെ ആഘോഷമുണ്ട്. നല്ല രീതിയിൽ നടക്കുന്നു. പൊതുവെ ആഘോഷങ്ങളെല്ലാം യൂണിവേഴ്സിറ്റി തന്നെയാണ്. ക്രിസ്മസ് സമയങ്ങളിൽ വീട്ടിൽ വന്നിരിക്കാനാണോ അതോ തിരിച്ച് കോളേജിൽ എൻജോയ് ചെയ്യാനാണോ? ക്രിസ്മസിൽ പൊതുവെ 10 ദിവസം അവധി ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വീട്ടിലായിരിക്കും, ഹോസ്റ്റലിൽ പോകാൻ പറ്റില്ല. പിന്നെ ക്രിസ്മസ് പൊതുവെ വീട്ടിൽ തന്നെയാണ്. ഒന്നെങ്കിൽ അമ്മയുടെ വീട്ടിൽ പോവും, ചില വർഷങ്ങൾ നമ്മൾ അമ്മയുടെ വീട്ടിൽ പോവും. അച്ഛൻ എന്തെങ്കിലും വർക്കുള്ള സമയമാണെങ്കിൽ ഇല്ല, അച്ഛൻ വീട്ടിൽ തന്നെ, അച്ഛൻ്റെ കൂടെ എല്ലാവരും ഒരു വീട്ടിൽ തന്നെ. അധീനയുടെ വീട്ടില് കൃഷ്ണനും യേശുവും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടിക്കാലം മുതൽ ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു വലിയൊരു പോയിന്റ് ഉണ്ട്. അതിനെ പഠിപ്പിച്ച് വളർത്തിയതാണോ? ഈ ചിത്രത്തിന് വലിയൊരു കഥയുണ്ടോ? ആ ചിത്രം എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മുടെ വീട്ടിലുണ്ട്. യേശുവും കൃഷ്ണനും കൂടി കൈകോർത്ത് പിടിച്ചത്. അത് വളരെ റെയർ പിക്കാണത്. എല്ലാവരുടെയും കയ്യിൽ ഇല്ല. അന്ന് ഇപ്പോഴാണ് ഇൻട്രസ്റ്റും കാര്യങ്ങളും വന്ന് എല്ലാവർക്കും കിട്ടി തുടങ്ങി. അന്ന് ആ ഫോട്ടോ നമ്മൾ ഫ്രെയിം ചെയ്ത് കിട്ടുന്ന സമയത്ത് അതെല്ലാവരുടെയും കയ്യിലില്ല. വളരെ റെയർ ആയിട്ടുള്ള ഒരു പിക്കാണത്. വളരെ ഭംഗിയാണ് ആ പിക്ക് കാണാനും. അത് എവിടെ നിന്ന് കിട്ടിയത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ല. ഞാനത് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. പക്ഷെ അത് പണ്ടുപോലെ നമ്മുടെ വീട്ടിലുണ്ട് ആ ഫോട്ടോ. അപ്പൊ ഇനി എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീട്ടിൽ പോയിട്ട് അമ്മോടും അനിയനോടും കൂടി ചോദിക്കാം. ഈ അധീനയുടെ നമ്മൾ ആരും കാണാത്ത വർഷം കാണുന്നവരാണ് അധീനയുടെ അമ്മയും അനിയനും. അപ്പോ നമ്മള് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന അധീന തന്നെയാണോ വീട്ടിലെ അധീന എന്നുള്ളത് നമുക്ക് വീട്ടിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് വരാം. പണിയാണോ? ഇല്ല. അപ്പോ അധീനയുടെ അമ്മ ജോളി ചേച്ചിയും അനിയൻ ആദിത് ടോം അലക്സുമാണ് ഇപ്പൊ നമുക്കൊപ്പം ഉള്ളത്. നമസ്കാരം. നമുക്ക് അധീനയെ സോഷ്യൽ മീഡിയയിലൊക്കെ തീപ്പൊരി വാക്കുകളുമായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ അവളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയാ, തീ തുപ്പുന്ന വാക്കുകളൊക്കെ ആയിട്ടാണ് വരുന്നത്. വീട്ടിൽ എങ്ങനെയാണ് അധീന? അത് അമ്മ പറയൂ. വീട്ടിലവളെല്ലാം ആക്റ്റീവാണ്, വലിയ കുഴപ്പമില്ല. കാരണം അവൾക്ക് എപ്പോഴും തിരക്കാണല്ലോ. അതുകൊണ്ട് വീട്ടിൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് വളരെ കുറച്ച് സമയം കിട്ടാറുള്ളൂ. കുഞ്ഞധീന എങ്ങനെയായിരുന്നു? കുഞ്ഞധീന ഭയങ്കര ബോൾഡായിരുന്നു. ഇതിലും ഭയങ്കര ബോൾഡായിരുന്നു. കുറച്ച് കുറഞ്ഞു എന്നാണ് അമ്മ പറയുന്നത്. എല്ലാ കാര്യത്തിലും കയറി ഇടപെടുമായിരുന്നു. പിന്നെ എല്ലാ കാര്യത്തിലും മിടിക്കുകയാണ്, പഠിക്കുകയാണ്, കളകളിൽ മിടിക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അവള് മുൻപന്തിയിലാണ്. പ്രത്യേകം അവളോടൊന്നും പറയേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അനിയനോട് ചോദിക്കാം. അനിയനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് കിട്ടും. അധീന ഇന്റർവ്യൂകളിലൊക്കെ പറയാറുണ്ട്, പണ്ട് അനിയനും അധീനയും തമ്മിൽ വലിയ അടിയായിരുന്നു. എന്നിട്ട് കാര്യാലയത്തിൽ നിന്ന് കാര്യകർത്താക്കളൊക്കെ വന്നിട്ടാണ് നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്തിരുന്നേന്ന്. അത്രയ്ക്ക് പ്രശ്നക്കാരി ആയിരുന്നു അധീന. അതെ,
ചുണ്ടങ്ങി എടുത്ത് വഴുതനങ്ങ വാങ്ങിക്കാന്ന് അച്ഛൻ എപ്പോഴും പറയും. എപ്പോഴും അതിനെ കളിയാക്കുന്ന ആ ഒരു രീതി വെച്ചിട്ടാണ്. ആണ്. ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ ആ. അന്നിങ്ങനെ ചൊറിയും, ഒരു തല്ലിയതാണാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നീ കൊടുക്കും. അപ്പൊ സമാധാനായിട്ടിരിക്കും. ഓ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മൾ പൊതുവെ ഈ അനിയന്മാരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ചേച്ചിമാരാണ് പോകാറുള്ളത്. ഇവിടെ നേരെ തിരിച്ച് അദീനയുടെ പ്രശ്നം തീർക്കാൻ പോണ്ടി വന്നിട്ടുണ്ടോ ആദിത്യന്? ഞാൻ ആ പരിസരത്തേ പോവാറ്. നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടുതൽ പ്രശ്നങ്ങളെല്ലാം അവള് പിടിക്കുന്നത്. അതെ, അത്രയ്ക്കും വലിയതാണ്. ഞാൻ ചെന്നാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓ. അതാണ് പ്രശ്നം. അതുകൊണ്ട് പിന്നെ ഇടപെടാറില്ല. ആ. ഓക്കെ. ഈ അമ്മ നമ്മള് അദീനെ കാണുമ്പോ പൊതുവെ എല്ലാരും പറയാറുണ്ട്, എന്താ പറയാ, ഭയങ്കര ഒരു ഡിവൈൻ ആണ് എന്ന് എല്ലാരും പറയാറുണ്ട്. അല്ലെങ്കിൽ എല്ലാവർക്കും മോളെ പോലെ ഒരു വലിയ സ്നേഹമുണ്ട് അദീനയോട്. അപ്പൊ അമ്മോട് ആരെങ്കിലും എന്തെങ്കിലും അദീനയെ കുറിച്ച് പറയാറുണ്ടോ? എന്നെ കാണുമ്പോ എല്ലാരും പറയും നല്ല കൊച്ചാണ്, കഴിവുള്ള കൊച്ചാണ്, ആ കൊച്ചിനെ കിട്ടിയ ഭാഗ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം ഒന്ന് പുകഴ്ത്തിട്ട് പിന്നെ അങ്ങനെ പറയാറുണ്ട്. അമ്മയ്ക്ക് അപ്പൊ അത് കേൾക്കുമ്പോ സന്തോഷം തോന്നാറുണ്ട്. ഇപ്പൊ നമുക്കറിയാം സംഘത്തിലൂടെ അല്ലെങ്കിൽ സംഘത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാളാണ് അദീന. എങ്ങനെയാണ് അദീന ആദ്യമായിട്ട് സംഘം ഞങ്ങൾക്ക് കാര്യാലയത്തിന് തൊട്ടടുത്തായിരുന്നു ഞങ്ങളുടെ വീട്. ഞങ്ങൾ മൂവാറ്റുപുഴ താമസിച്ചിട്ടുണ്ട്. അപ്പം അവിടെ തൊട്ടടുത്തായിരുന്നു വീട്. അപ്പൊ ചെറുതിലെ തൊട്ട് എന്തെങ്കിലും ആവശ്യമെങ്കിൽ എപ്പോഴും ആ കാര്യാലയത്തിലുള്ളവർ നമ്മുടെ വീട്ടിലും വരും. നമ്മൾ തൊട്ട് മിറ്റം ആയതുകൊണ്ട് എപ്പോഴും പിള്ളേർ രണ്ടുപേരും അവിടെയായിരിക്കും, കൂടുതൽ സമയം അവിടെയായിരിക്കും കൂടുതൽ. അപ്പൊ ആദ്യമൊക്കെ നമുക്കറിയാലോ സംഘത്തെ കുറിച്ചിട്ടൊക്കെ പണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ശരിക്കും ഒരു ക്രിസ്ത്യൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു ഇതിനോട്. കോൺഗ്രസ് ഫാമിലി. പിന്നെ എനിക്ക് അറിവായപ്പോ മുതല് ഞാൻ കൈപ്പറ്റിക്ക് അല്ലാണ്ട് വോട്ട് ചെയ്തിട്ടില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരിയായിരുന്നു. അങ്ങനെ എനിക്ക് രാഷ്ട്രീയം ഇല്ലെങ്കിലും ഞാൻ കൂടുതലും അതായിരുന്നു വിശ്വസിച്ചിട്ടുണ്ട്. അപ്പം BJP എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇതായിരുന്നു. പിന്നെ ഇവളതിലോട്ട് ആയതിനു ശേഷമാണ് നമ്മൾ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് അതങ്ങ് മാറി തുടങ്ങി. തെറ്റായ ധാരണയായിരുന്നു നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവർ പറഞ്ഞു വരുത്തിയ ഒരു തെറ്റായ മനോഭാവമായിരുന്നു അത് എന്ന് മനസ്സിലായത്. പിന്നെ ഇപ്പൊ മോദിജിയുടെ ഭരണം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ നമുക്ക് അതിനോട് സ്നേഹം തോന്നി. ഇപ്പൊ എന്താ പറയാ, ചെറിയ പ്രായം മുതല് അദീന രാഷ്ട്രീയത്തിലുണ്ട്. അത് പ്രത്യേകിച്ച് നമുക്ക് ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോ അമ്മമാർക്ക് കുറച്ചുകൂടി ആദി കൂടുതലാണ് എപ്പോഴും, അല്ലെ? അദീന തന്നെ അത് പറയാറുണ്ട്. പക്ഷെ അദീന സമരങ്ങൾക്ക് പോകുന്നു, ബാരിക്കേഡിന്റെ അവിടേക്ക് പോകുന്നു, എവിടെ പ്രശ്നമുണ്ടോ അവിടെ അദീന ഉണ്ട് എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അതൊന്നും ഞങ്ങൾ ആദ്യകാലങ്ങളിൽ അറിയില്ലായിരുന്നു. നമ്മള് കോളേജിൽ എന്ന് പറയുമ്പോൾ ഹോസ്റ്റലിൽ നിന്നുള്ള പഠിക്കുന്നത്, ഞങ്ങൾ പല കാര്യങ്ങളും അറിയാറില്ലായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്നതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഈ സമരങ്ങൾക്കൊക്കെ പോവാന്ന് പറയുമ്പോ അതൊരു ഭയമുള്ള കാര്യമായിരുന്നു. പറഞ്ഞിട്ടുണ്ടോ? പിന്നെ കൊണ്ടുവന്നു ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. അപ്പൊ ഇങ്ങനെ അച്ഛനായിരുന്നു അപ്പൊ അതിനൊക്കെ അച്ഛന് സമരങ്ങളോടൊന്നും എതിർപ്പായിരുന്നു. പക്ഷെ പൊതുപ്രവർത്തനം പറയുമ്പോ അച്ഛനും ഇഷ്ടമായിരുന്നു. ഇവിടെ എങ്ങനെ അച്ഛനൊരു കലാകാരനും കൂടെ കൂടി ആയതുകൊണ്ട് അങ്ങനെ കലാരംഗത്ത് വളർന്നു വരണം എന്നൊക്കെ ആയിരുന്നു അച്ഛന് കൂടുതൽ ആഗ്രഹം. ആദ്യത്തെ എങ്ങനെയാ അറിയുന്നേ അദീന ഇങ്ങനെ സമരത്തിനൊക്കെ പോകുന്നുണ്ട്? അല്ലെങ്കിൽ ചേച്ചീനെ ഈ നമുക്ക് വാർത്തകളിലൊക്കെ കാണാൻ പറ്റും ചേച്ചീനെ ഇടയ്ക്ക്. അത് അച്ഛനൊക്കെ ആണേലും ഇങ്ങനെ എന്റെ അടുത്ത് പറയാറുണ്ട്. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനാണോ? അല്ല, ഇങ്ങനെ അച്ഛനെ ആണേലും അച്ഛനൊക്കെ ഇങ്ങനെ ഫോണിലൊക്കെ നോക്കുമ്പോ അച്ഛനെ ഫ്രണ്ട്സ് ആണേലും ഒക്കെ ഇങ്ങനെ ഇതൊക്കെ കൊടുക്കും, സമരത്തിന് പോണതും ഒക്കെ. അപ്പൊ അങ്ങനെയാണ് വീട്ടില് ഞങ്ങള് പോലും അറിയുന്നത്. ഇത് പറയാറില്ല, പറയാണ്ടാണ് ഈ പോകുന്നത്. അപ്പൊ അച്ഛന് ഭയങ്കര വിഷമമാണ്. അപ്പൊ അച്ഛൻ എന്റെ അടുത്ത് പറയും, കരയൊക്കെ ചെയ്യും. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാ അതിന്റെ ഉപദേശിക്കാറുണ്ടോ? പോകണ്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞാലും കാര്യമില്ല, നമ്മളനുസരിക്കത്തില്ല. പിന്നെ എന്താണ്, നമ്മളെന്നല്ല, അച്ഛൻ പറഞ്ഞാലോ അമ്മ പറഞ്ഞാലോ ഞാൻ പറഞ്ഞാലോ ഒന്നും കേൾക്കത്തില്ല. അത് അതിന്റെ വഴി അങ്ങനെ അങ്ങ് പോവാണ്. എന്ത് പറഞ്ഞാലും അങ്ങനെയുള്ളൂ. അതാണ് അതിലൊരു തീരുമാനമായിട്ടുണ്ട്. അതെന്താണ് അദീന അച്ഛനും അമ്മയും സ്നേഹം കൊണ്ട് അനിയനും പറയുന്നത് കേൾക്കാതിരുന്നത് എന്തുകൊണ്ടാ? അങ്ങനെയല്ല, പൊതുവെ ഞാൻ അനുസരണ ഉള്ളൊരു കുട്ടിയാണ്. പക്ഷെ കൃത്യമായിട്ട് അപ്പൊ വെരിഫൈ ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്നും ഇന്റർവ്യൂ എടുത്തപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംഘടനാ പ്രവർത്തനത്തിന്റെ കാര്യത്തില് എന്നോട് ആരുപദേശം തന്നാലും ഞാൻ സംഘടന പറയണ വഴിക്ക് പോകും. അതിപ്പോ ആരാണെങ്കിലും. അതിപ്പോ എന്റെ അടുത്ത് ടീച്ചേഴ്സ് പറയാറുണ്ട്, ലൈക്ക് ഇപ്പൊ ബാരിക്കേഡിലൊക്കെ കയറുന്നതിന്റെ ഫോട്ടോസ് പത്രത്തിൽ കാണുമ്പോൾ പിറ്റേന്ന് കോളേജിൽ ചെന്ന് കഴിയുമ്പോൾ ടീച്ചർ ഇങ്ങനെ നോക്കും, നീ ഇന്നലെ ലീവ് എടുത്ത് പനിയാന്ന് പറഞ്ഞു പോയത് ബാരിക്കേഡിന്റെ മേലെ കയറാൻ പോയതായിരുന്നു അല്ലേ എന്ന് ചോദിക്കും. ടീച്ചേഴ്സിന് ഭയങ്കര പേടിയാണ്. അത് നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ട്, വാത്സല്യം ഉള്ളതുകൊണ്ട് അവർക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ അവരാണെങ്കിലും പറയും. ഞാൻ പൊതുവെ എന്റെ ടീച്ചേഴ്സ് പറയണ കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കാറില്ല. അപ്പൊ എനിക്ക് എന്റെ അച്ഛൻ അമ്മ എന്നുള്ളതിലുപരി ഞാൻ കൂടുതലും ടീച്ചേഴ്സ് പറയണ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ്.
ഭയങ്കര ടീച്ചേഴ്സിനോട് അത്രയും ഭയങ്കര സ്നേഹം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം ആര് പറഞ്ഞാലും ഞാനങ്ങനെ പൊതുവെ കേൾക്കാറില്ല. അത് സംഘടനയോടുള്ള സ്നേഹം അതെ, കൂടുതൽ കൊണ്ടായിരിക്കാം. ഈ എപ്പോഴെങ്കിലും ഇനി നീ രാഷ്ട്രീയത്തിനൊന്നും പോണ്ട, വീട്ടിലിരുന്ന് പഠിച്ചാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ അമ്മ? അങ്ങനെ പറയാറില്ല. കാരണം അവൾക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ പിന്നെ ആ. അവൾക്ക് കൂടുതൽ അതാണ് ഇൻട്രസ്റ്റ്. പഠനകാലത്തിൽ മുൻപന്തിയിലാണ് അവള്. പഠിക്കുകയും ചെയ്യും, അതുകൊണ്ട് റാങ്ക് കുഴപ്പമില്ല. ഹോൾഡാണ്. അവള് കൈവെക്കുന്ന മേഖലയെല്ലാം വിജയം കൈവരിക്കുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് കുഴപ്പമില്ല. ഓ. അതുകൊണ്ട് നമ്മളിങ്ങനെ എന്താ സ്നേഹത്തോടെ ശാസിച്ചാലും കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അവളുടെ രീതി അതാന്ന് നമുക്കറിയാം. പിന്നെ അവള് തെറ്റായ മാർക്കറ്റിൽ പോകില്ല എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പൊ പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പോയിരുന്ന വോട്ട് ചോദിച്ചിട്ട് അതിനൊക്കെ വോട്ട് ചോദിച്ചങ്ങനെ എന്നാലും പരിചയക്കാരോടൊക്കെ പറയുമായിരുന്നു. ടൗണിൽ ഇറങ്ങിയപ്പോ അമ്മ നമ്മുടെ കൂടെ വന്നു. നമ്മള് വിചാരിച്ചില്ല കേട്ടോ അമ്മ വരും. പക്ഷെ അന്ന് ടൗണിൽ നമ്മള് മുട്ടത്ത് ടൗണിൽ പര്യടനം നടത്തിയപ്പോ അമ്മ കൂടെ വന്നു. എല്ലാ കടയിലും വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആളുകളുടെ ഒരു പ്രതികരണം? ആളുകൾക്കൊക്കെ വളരെ പിന്നെ നല്ല പ്രതികരണമായിരുന്നു. പക്ഷെ ജയിക്കില്ല എന്ന് അറിയായിരുന്നു. കാരണം അതൊരു അങ്ങനെ ഒരു ഇതാണ്. ഒത്തിരി വ്യത്യാസം വന്നു. ഒരുപാട് പേര് പിന്നെ അവള് ഒത്തിരി പേര് അറിയാതെ പോയി. അതാണ് അറിഞ്ഞിരുന്നേക്ക് ഒരുപാട് പേര് അറിയാതെ പോയോണ്ടാണ് അത്ര ഇതായിട്ട് വന്നത്. പിന്നെ പക്ഷെ അദീനയുടെ തോൽവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും ജയിച്ചു കഴിഞ്ഞാലാണ് ചാനലുകളിലൊക്കെ പോസ്റ്റ് വരാറുള്ളത്. അതിന്റെ തോറ്റത്തിന്റെ ചാനലുകളുണ്ട് ഇവിടെ. അപ്പൊ അത് അത്രയും ഇമ്പോർട്ടന്റ് ആൾക്കാരെ അറിയപ്പെടുന്നു എന്നാണ്. തീർച്ചയായിട്ടും ആളുകൾ ഉറ്റുനോക്കിയിരുന്നു അദീനയിൽ എന്നുള്ളതാണ്. എല്ലാരും ജയിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അല്ല ഇതൊരു തുടക്കമാണ്. കന്നി അംഗത്തിനാണ് ഇറങ്ങിയത്. എന്റെ കടയിലെ മാനേജറൊക്കെ ആളും പറയും വളരെ ബോൾഡായ കുട്ടിയാണ്, അതുകൊണ്ട് അവളെ പറ്റി ഒരു ടെൻഷനും വേണ്ട. അതിനെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ സാറിനോട് പറയുമ്പോൾ സാർ പറയും ഒരു ടെൻഷനും വേണ്ട, അതിനെ വളരെ മുകളിലത്തെ ആളാണ്, അതുകൊണ്ട് അമ്മ ജോലി ഒട്ടും ടെൻഷൻ അടിക്കേണ്ട അവളുടെ കാര്യം എന്ന് പറയും. അതൊക്കെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് കേട്ടോ. ആദ്യത്തിന് കുട്ടിക്കാലത്തെ അദീനയില് ഒരു ചേച്ചി എന്ന നിലയ്ക്ക് അദീന എങ്ങനെ ഉപദേശിക്കാറുണ്ടോ? അങ്ങനെ വലിയ കാര്യമായിട്ട് ഉപദേശിക്കാറില്ല. എന്നാൽ എന്തെങ്കിലൊക്കെ അങ്ങനെ ഒരു സാഹചര്യം വരുത്തിയിട്ടില്ല. അവനൊരു വള്ളി പിടിക്കുമ്പോ ഞാൻ അതൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കാം. അതുണ്ടോ? രക്ഷപ്പെടുത്താൻ വള്ളിയുടെ കാര്യം പറയരുത് എന്ന് പറഞ്ഞതാവും. അതുകൊണ്ട് വള്ളിയുടെ കാര്യം പറയരുത്. ആരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ വള്ളി പിടിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ അത് പിള്ളേരാണല്ലോ. പിള്ളേരാകുമ്പോ എന്നാലും സ്വാഭാവികമായിട്ടും കുസൃതിയൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കും. അത് രണ്ടുപേർക്കും ഉണ്ട്. ആരായിരുന്നു കുസൃതി കൂടുതൽ ഉണ്ടായിരുന്ന ആള്? അങ്ങനെ ചോദിച്ചാൽ രണ്ടുപേർക്കും ഒരേ ലെവലിലാണ്. എന്നാ നമുക്ക് അമ്മോട് ചോദിക്കാം. അമ്മ ഇവരിൽ ആരായിരുന്നു കുസൃതി കൂടുതലുള്ള ആള്? കുഞ്ഞിലെ രണ്ടുപേരും ഇതായിരുന്നു, വലിയ അംഗമായിരുന്നു. പിന്നെ അവനെ കൊണ്ട് അത്ര വലിയ ഇതില്ല. ഇവളായിരുന്നു എല്ലാത്തിനും ചോദിച്ചു കൊടുക്കുന്ന ആള്. അമ്മയ്ക്ക് അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന ഇവര് തമ്മിലുള്ള ഒരു അടി ഓർമ്മയിലുണ്ടോ? ഇവര് അങ്ങനെ നമ്മൾ ഓർമ്മ പറഞ്ഞാൽ ഇവര് സ്കൂളിൽ പോയി ഒരു കല്ലെടുത്ത് ബാഗിൽ ഇടുക, എന്നിട്ട് രണ്ടുപേരും തമ്മിൽ തർക്കിച്ചു തീരെ ചെറിയ പ്രായത്തില്. എന്തായിരുന്നു കല്ലിന് പിന്നിലുള്ള ഉദ്ദേശം? അത് പറയണോ? അത് ഞങ്ങള് ജീപ്പിലാണ് മിക്ക ദിവസം സ്കൂളിലേക്ക് പോണേ. അപ്പോ കുഞ്ഞു മീൻസ് ഭയങ്കര കുഞ്ഞ. ഞാൻ എത്ര 2-ലോ 3-ലോ, ഞാൻ 3-ൽ പഠിക്കണു, ഇവൻ 1-ൽ പഠിക്കണു. ആ ഒരു ഏജ് ഡിഫറൻസ് ഉള്ള സമയം. അപ്പൊ നമ്മള് ജീപ്പിൽ പോകുമ്പോ 2-3 പിള്ളേര് വേറെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാ. നമ്മളിങ്ങനെ ജീപ്പിൽ പോകുമ്പോൾ നമ്മുടെ ജീപ്പും നമ്മുടെ സ്കൂളിലെ പിള്ളേരെ കാണുമ്പോൾ ആ പിള്ളേർക്ക് ഒരു ആവശ്യം, ലൈക്ക് നമ്മൾ സ്റ്റേറ്റ് സിലബസും അവര് CBSE ആയിരുന്നു. അപ്പൊ അവർക്കൊരു നമ്മളെ ഭയങ്കരമായിട്ട് കളിയാക്കും, നമ്മളെ ഓരോന്ന് പറയും, നമ്മളെ ഭയങ്കരമായിട്ട് ചീത്ത പറയും, ഭയങ്കര കുരുത്തക്കെട്ട 2-3 പിള്ളേര്. അപ്പൊ അവരെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു കുഞ്ഞി കല്ലെടുത്ത് ബാഗിലോട്ട് ഇട്ടു. അപ്പൊ ആക്ച്വലി അപ്പ ചോദിച്ചു കഴിഞ്ഞപ്പോ കല്ല് പിടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇവനെ കല്ല് വെച്ചെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു ഞാനാ കല്ല് വെച്ചെന്ന് പറഞ്ഞു. ഇവന്റെ ബാഗിലായിരുന്നു കല്ല്. ലാസ്റ്റ് രണ്ടുപേരും സത്യം പറയാതെ വന്നു കഴിഞ്ഞപ്പോ അപ്പ മെറ്റിലായിരുന്നു, വീടിന്റെ ഫ്രണ്ടിൽ ഫുള്ള് മെറ്റിലായിരുന്നു മൊത്തം. അവിടെ മുട്ടുകുത്തി നിർത്തി മെറ്റില്. നല്ല ചൂടുള്ള സമയം, ഉച്ചയുടെ നേരം, നല്ല വെയിലുള്ള സമയം, ഇത് നിർത്തി. സത്യം പറയാതെ രണ്ടുപേരും വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നിന്നു. എന്നിട്ട് അപ്പൊ നേരെ പോയി കാര്യാലയത്തിൽ പോയി. 2 ചേട്ടന്മാരും വന്നു. അന്ന് ആരായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഓർക്കണം, ആരോ 2 പേരും ഉണ്ടായിരുന്നു. അവര് വന്നു, നിങ്ങൾ സത്യം പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ കയറാം, ഇല്ല അച്ഛൻ എവിടെയെങ്കിലും നിൽക്കേണ്ടി വരും. ലാസ്റ്റ് സത്യം പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല, മറന്നുപോയത് എന്തായിരുന്നു സംഭവം എന്നുള്ളത്. ചെറിയ ചെറുതിരായോണ്ടേ എന്റെ അച്ഛനും കള്ളമ്പത്തരം പറഞ്ഞ ഇഷ്ടമല്ല. കള്ളത്തരം അങ്ങനെ ഒന്നും ചെയ്യണ പുള്ളിക്ക് ഇഷ്ടമല്ല. അവള് നേരെ പോണ ഒരു സ്വഭാവമുള്ള വ്യക്തിയാ. അതുകൊണ്ട് പിള്ളേര് കൊച്ചിലെ കള്ളത്തരം പറഞ്ഞപ്പോ പെട്ടെന്ന് പുള്ളിക്ക് അത് ഫീൽ ചെയ്തു. ബാഗിൽ കല്ലിട്ട എന്തിനാന്നുള്ള വല്ലരും അറിയാനോ? അല്ല പേടി ഉണ്ടാവും അച്ഛന്, പറയാൻ പറ്റും, നിങ്ങളല്ലേ. ഈ ആരാ ഇതില്ലേ അച്ഛന്റെ, അല്ലെങ്കിൽ നമ്മൾ പറയില്ല അച്ഛന്റെ സ്വഭാവം കൂടുതൽ ആർക്കാ കിട്ടിയിരിക്കുന്നത്? മോൾക്കാണ്. മോൾക്കാണ്. പിന്നെ അമ്മ മോനാണ്. അല്ല, അവനും അച്ഛന്റെ സ്വഭാവം ഉണ്ട്, പക്ഷെ
കൂടുതലും അച്ഛനാണ്. അച്ഛന്റെ എല്ലാം ഇതും കിട്ടിയേക്കുന്ന കിട്ടിയത് അവൾക്ക് അതിനെ. കൂടുതൽ കിട്ടിയേക്കുന്നത്. പെട്ടെന്ന് അമ്മയ്ക്ക് അവളില് അച്ഛന്റെ ഏത് സ്വഭാവ പെട്ടെന്ന് നമുക്ക് കിട്ടാതെ? ഭയങ്കര ദേഷ്യം. അച്ഛനെ പോലെ തൊട്ട തന്നെ. കാര്യത്തിന് നിസാര കാര്യത്തിന് പോലും അവൾക്ക് ഭയങ്കര തുള്ളൽ വരും. അപ്പനാള് വളരെ പാവമാണ്. പക്ഷെ ചെറിയ കാര്യത്തിന് പോലും പൊട്ടിത്തെറിക്കും. അതേ അതാണ് സ്വഭാവം. ആ. അപ്പൊ ഈ സമരമുഖത്തിലൊക്കെ പോകുമ്പോ maybe ആ അതാണ് ഒരു പേടി. സ്വഭാവമായിരിക്കും പുറത്തേക്ക് വരുന്നത്. അതാണ് ഈ പേടി വരും നമുക്ക് ഉള്ളില്. കാരണം നിസാര കാര്യം കാണുള്ളൂ, അതിനകത്ത് ഒരു കാര്യം കാണില്ല. പക്ഷെ പെട്ടെന്ന് അതിനകത്ത് react ചെയ്യും. പക്ഷെ ഇപ്പൊ അത് കുറഞ്ഞു കേട്ടോ. പറഞ്ഞോ? നേരത്തെ അപേക്ഷിച്ച് ഭയങ്കരമായിട്ട് കുറഞ്ഞു. എന്താണ് റിയലൈസേഷൻ ആണോ ഇത്ര ദേഷ്യം? അല്ല, നമ്മൾക്ക് കുറച്ചുകൂടി ഏജ് ആകുമ്പോൾ നമ്മള് പീസ് Matured ആൻഡ് ആവും. ക്വയറ്റ് ആയിട്ട് ഇരിക്കാൻ നമ്മള് കുറച്ചുകൂടി സമാധാനം ആഗ്രഹിക്കുമല്ലോ. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വലിയ വലിയ വള്ളി പിടിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒച്ചെടുക്കണ പരിപാടി നമ്മള് കുറച്ചു തുടങ്ങി. അതിലൊന്നും കാര്യമില്ല എന്നുള്ളത്. ചേച്ചി പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ? ഞാൻ എന്റെ അനിയനെയൊക്കെ പഠിപ്പിക്കുമായിരുന്നു. പഠിപ്പിച്ചു തരാറുണ്ടോ? ആ. ആണോ? എങ്ങനെയാ ചേച്ചി ഇന്ന് ആള് പഠിപ്പിക്കുമ്പോ എങ്ങനെയാ? അത് പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല. ആ. ചേച്ചിന്ന് വിളിക്കാറുണ്ടോ അതീനെ വല്ലപ്പോഴും ആവശ്യങ്ങൾക്ക്? ഇടയ്ക്കൊക്കെ. എന്തെങ്കിലും പിന്നെ- ആവശ്യങ്ങളുള്ളപ്പോഴാണോ? പണ്ടൊക്കെ വിളിക്കുമായിരുന്നു. ആ. ഇപ്പൊ പിന്നെ അങ്ങനെ കുറവാ. അതെന്തേ അദീന, പൊന്നു അങ്ങനെയൊക്കെ അങ്ങനെ വിളിക്കുന്നത്. അത് വിളിക്കുന്നത് കേൾക്കാനാണോ? ചേച്ചിന്ന് വിളിക്കുമ്പോ എങ്ങനെയാ ഫീൽ ചെയ്യാറ്? ചേച്ചി ഞാനങ്ങനെ വിളിച്ച് കേട്ടതായിട്ട് ഓർക്കില്ല. പ്രായമുള്ളതായിട്ട് തോന്നും. ഏ? പ്രായമുള്ളതായിട്ട് തോന്നും. ഇല്ല, എനിക്കിഷ്ടം ചേച്ചി വിളിച്ചോ. അതാണ് പ്രശ്നം. ഓക്കെ, ഇനി നമുക്ക് ക്രിസ്തുമസിലേക്ക് വരാം. നമ്മൾ ക്രിസ്തുമസ് ഇന്റർവ്യൂ ആയതുകൊണ്ട് എങ്ങനെയാണ് ക്രിസ്തുമസ് ആഘോഷങ്ങളൊക്കെ വീട്ടില്? ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ അച്ഛനുള്ള സമയത്ത് പുൽക്കൂട് ഒരാഴ്ച മുന്നേ പുൽക്കൂട് ഉണ്ടാക്കും. ഭയങ്കര ഡെക്കറേഷൻ ഒക്കെ ആയിരിക്കും. സ്റ്റാർ ഒരു മാസം മുന്നേ തൂക്കും. പിന്നെ ക്രിസ്മസിന് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര എല്ലാ ക്രിസ്മസും വിഷു എല്ലാം പുള്ളി ആഘോഷിക്കുന്ന ഒരാളാണ്. ഇന്നെ മാറ്റി നിർത്താറില്ല. ആദ്യകാലങ്ങളിലൊക്കെ ക്രിസ്മസ് കൂടുതൽ പള്ളിയിൽ പോക്ക് രാത്രി ഞങ്ങൾ പാതിരാക്കുറുവാര കാണാനേ പോവുള്ളൂ. ഉണ്ണീശോ ഉണ്ടാകുന്ന കാണാനായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ്. അദീനയുടെ ഓർമ്മകളിലെ ക്രിസ്മസ് എങ്ങനെയാ? ഈ പറഞ്ഞ പോലെ തന്നെ പുൽക്കൂട്, അതായത് അച്ഛൻ എല്ലാ ആഘോഷവും ഭയങ്കര അടിപൊളിയായിട്ട് ആഘോഷിക്കും. അപ്പൊ ഓണാണെങ്കിലും വിഷു ആണെങ്കിലും അതെല്ലാം പക്കയായിട്ട് ആൾ അതിൻ്റെതായിട്ടുള്ള രീതി തന്നെ ചെയ്തു പോകുന്ന ഒരാളാ. പക്ഷെ ഞങ്ങൾ ആരും ഹെൽപ്പ് ചെയ്യില്ല. ആളെല്ലാം ഒറ്റയ്ക്കായിരിക്കും ചെയ്യണേ. അപ്പൊ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ആള് തന്നെ പുൽക്കൂട് ഉണ്ടാകും, തന്നെ സ്റ്റാർ കിട്ടും, അന്ന് ക്രിസ്മസിന്റെ അന്ന് ഫുഡ് വയ്ക്കും, എല്ലാം അപ്പൊ തന്നെ ചെയ്യും. പണ്ടൊക്കെ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞ പോലെ പാതിരാ കുർബാനയ്ക്ക് ഒരുമിച്ച് പോവായിരുന്നു ഉണ്ണിച്ചു ഉണ്ടാവണ വേണ്ടി. പിന്നെ അത് ഭയങ്കര കുഞ്ഞിക്ക. പിന്നെ അത് കുറഞ്ഞു. അപ്പൊ പോയതിനു ശേഷം പിന്നെ പുൽക്കൂട് അങ്ങനത്തെ പരിപാടികളിലേക്ക് പോകാറില്ല. അപ്പൊ 2024 ഓഗസ്റ്റിലാണ് പഠിക്കണേ. 2024 ഓഗസ്റ്റിൽ പിന്നെ നമ്മൾ ഒരു ആഘോഷം ഉണ്ടായിരുന്നില്ല. 2025 എല്ലാം അപ്പയാ ചെയ്തോണ്ടിരുന്നേ. നമ്മളൊന്നിനും ആളെ സഹായിക്കില്ലായിരുന്നു. പൂക്കിടുമ്പോ അപ്പൊ പൂക്കിട്ട് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എണീറ്റ് വരുന്നത് തന്നെ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് അപ്പയുടെ കൂടെ പൂക്കെ പറിക്കാൻ പോയി പൂക്കിടുമായിരുന്നു. പിന്നെ നമ്മൾ ആ സമയത്ത് കുറയുമായിരിക്കും. എല്ലാം അപ്പൊ തന്നെ ചെയ്യും. വിഷുവിന് കണി വയ്ക്കലും ക്രിസ്മസിന് കാര്യങ്ങൾ ചെയ്യണം. പോരാട്ടമായിരുന്നു. അതുപോലെ ഏപ്രില് മറ്റേ ഈസ്റ്റർ വരുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കലും എല്ലാം അത് പിന്നെ അമ്മ കൂടും, ഫുഡ് ഉണ്ടാക്കാൻ കൂടും. അതെല്ലാം അപ്പൊ തന്നെ ചെയ്യണം. അപ്പൊ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്കത് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അതെല്ലാം അപ്പ ചെയ്തോണ്ടിരുന്നതാണ്. അപ്പയ്ക്കൊരു ഹാപ്പിനെസ് അങ്ങനെ ചെയ്തോണ്ടിരുന്നത്. പിന്നെ നമുക്കതിനോട് മടിയായി തുടങ്ങി. അപ്പൊ പോയി കഴിഞ്ഞപ്പോ കൂടാറില്ല, അങ്ങനെ ആയി തുടങ്ങി. ഇവിടെ നമ്മൾ ഒരുപാട് ചെടികൾ ഉണ്ട്. അപ്പൊ അത് ആ സമയത്ത് അദീന പറയുണ്ടായി ഇതൊക്കെ അപ്പ നട്ടതാണെന്ന്. അപ്പൊ ഇവിടെ ഒരുപാട് പുസ്തകങ്ങൾ കണ്ടപ്പോ ഞാൻ വന്നു കയറിയപ്പോ അതിനോട് ചോദിച്ചു അദീന വായിക്കുന്നതാണോ? അതും അപ്പ വായിക്കുന്നതാണ്. അപ്പൊ ഈ വീട് നിറയെ നമുക്ക് അപ്പയുടെ ഒരു മെമ്മറീസ് ആണ്. അപ്പൊ അതിനൊപ്പം ജീവിക്കുമ്പോ ആ ഒരു ശൂന്യത എങ്ങനെയാണ്? അത് ബുക്കും അതുപോലെ പുസ്തകവും പെണ്ണിനെയും കടം കൊടുക്കരുതെന്ന് അപ്പ പറയും. പുസ്തകവും പെണ്ണും കടം കൊടുക്കരുതെന്ന് പറയും. അപ്പക്ക് പുസ്തകം കടം കൊടുക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. പുസ്തകം വേറെ ആൾക്ക് കൊടുത്ത് തിരിച്ചു കിട്ടിയില്ല വെച്ചാ പൈസ കൊടുത്താൽ പൊക്കോട്ടേന്ന് ആള് വിചാരിക്കും. പക്ഷെ ആൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പുസ്തകം ഒരാൾ വായിക്കാൻ കൊണ്ടുപോയിട്ട് അത് സമയത്ത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ആൾക്ക് ഭയങ്കര വെപ്രാളാണ്. പുസ്തകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാ. അതിപ്പോ ഏത് പുസ്തകമാണെങ്കിലും നന്നായിട്ട് വായിക്കുമായിരുന്നു. ഒരുപാട് പുസ്തകം വായിക്കായിരുന്നു. ഇങ്ങനെ അത് വാങ്ങിച്ചു വെച്ച് അത് വായിച്ച് തീർത്തില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അത് വായിച്ച് തീർക്കണ ഒരാൾക്ക് ഓക്കെ അല്ല. അത് വായിച്ചു തീർക്കുമ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ. അത് പെട്ടെന്ന് വായിച്ചു തീർക്കുകയും ചെയ്യും. ഒരു ബുക്കൊക്കെ ഇരുന്നിരിപ്പിൽ വെറുതെ വായിച്ചു തീർക്കും. അങ്ങനെ നന്നായിട്ട് പുസ്തകം വായിക്കണ ആളാണ്. അപ്പോ എല്ലാ കാര്യത്തിലും അപ്പയുടെ മെമ്മറീസ് ആണ്. അപ്പൊ ഞാൻ ചെയ്യാന്ന് വെച്ചാൽ കൂടുതൽ അത് ഓർക്കാതിരിക്കുക. കാരണം അത് ഓർത്ത് കഴിഞ്ഞാൽ മേ ബി ഇവരെ രണ്ടുപേരെക്കാൾ കൂടുതൽ വിഷമം എനിക്കായിരിക്കും. കാരണം ഞാൻ അപ്പയായിട്ട് അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു. ഞങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്.
ഭയങ്കര അടി ഉണ്ടാക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അറ്റ് ലാസ്റ്റ് എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം അപ്പനെയായിരുന്നു. അപ്പയ്ക്കും ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം എന്നെയായിരുന്നു. ഞാൻ കഴിഞ്ഞിട്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ഓർക്കാതെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടം. അപ്പോ ഞാനത് ഓർക്കാതിരിക്കാൻ നോക്കാണ് മാക്സിമം ചെയ്യാറ്. ആദ്യത്തെ എങ്ങനെയാ ക്രിസ്തുമസിനൊക്കെ ഓർത്തെടുക്കുന്നേ? എങ്ങനെയാന്ന് ചോദിച്ചാൽ ആഘോഷങ്ങളൊക്കെ വരും. പുൽക്കൂടൊക്കെ വെക്കാനാണെങ്കിലും ഞാനും അച്ഛനൊക്കെ കൂടി ഒന്നിച്ചാണ് ചെയ്യാറൊക്കെ. പുൽക്കൂടാണേലും എല്ലാം ആണേലും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു ഇത്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഫ്രണ്ട്സിന്റെ കൂടെ, എനിക്ക് കൂടുതലും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴയില് ആയിരുന്നല്ലോ. അപ്പൊ അവിടെ എടുത്ത ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ അവര് ആണേലും ക്രിസ്മസിന്റെ അന്നാണേലും തലേദിവസം ഒക്കെ ആണേലും വിളിക്കും. അപ്പൊ ഞാൻ അവിടെ പോയാണ് ആഘോഷിക്കാറൊക്കെ. അപ്പൊ ഇവിടെ അമ്മയും അച്ഛനും ഒക്കെയാണ് കൂടുതലും ക്രിസ്മസ് ആഘോഷിച്ചോണ്ടിരുന്നത്. പിന്നെ ഇവൻ പിന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്താലും ഇവനായിരിക്കും മിക്കവാറും അപ്പനെ കൂടുതലും ഹെൽപ്പ് ചെയ്യും എല്ലാ കാര്യത്തിലും. അപ്പോഴും നമ്മള് കുറച്ച് റെസ്റ്റ് തന്നെയാണ്. ഞാൻ ഇപ്പോഴും റെസ്റ്റ് ആണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കാണാൻ ചെല്ലും. ഈ നേരത്തെ അപ്പയുടെ കൂടെ പാചകം ചെയ്യുന്നതിനെ കുറിച്ച് അദീന പറഞ്ഞു. അദീന എന്തൊക്കെയാണ് കുക്ക് ചെയ്യാറുള്ളത്? നന്നായിട്ട് അവിയൽ വെക്കും. ആണോ? അവിയൽ സന്തോഷായി. പപ്പടം പൊളിക്കും, മുട്ട പൊരിക്കും. നല്ല സ്കില്ലുള്ള കുട്ടിയാണ്. പേടിച്ചിരിക്കുവായിരുന്നു അതിനെ. അവിയലിന് ഞാൻ പിടിച്ചു ഞാൻ നന്നായിട്ട് ചായ ഉണ്ടാക്കില്ല. ചായ ഉണ്ടാക്കും. ഓക്കെ, ആദ്യത്തിന് എന്ത് ഉണ്ടാക്കുന്ന ഇഷ്ടം? അല്ല, ഐ മീൻ അദീന എന്തുണ്ടാക്കുന്ന ആദ്യത്തിന് ഇഷ്ടം? അങ്ങനെ പ്രത്യേകിച്ച് ചോദിച്ചാ ഒന്നും ഉണ്ടാക്കാതിരിക്കുന്ന പരീക്ഷണങ്ങളെല്ലാം ഇവനാണ് ആദ്യം കൊടുക്കാറ്. പേടി തോന്നാറില്ലേ? അത് പിന്നെ തോന്നൂലോ. അടുക്കളെ ആണ്ടിനും സംക്രാന്തിക്കും കേറുന്ന ആള് പിന്നെ തന്ന എങ്ങനെ നമ്മള് പിന്നെ എങ്ങനെ കഴിക്കുന്നു? ഒന്നും നോക്കണ്ട, കഴിക്കുക. ടേസ്റ്റ് ഇല്ലാതെ കഴിച്ചിട്ട് കൊള്ളില്ലാന്ന് തോന്നിയിട്ട് ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടിട്ട് അടിപൊളിയാന്ന് പറയാറുണ്ടോ? ഇല്ല, ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. ആണോ? ഞാൻ എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അടുക്കളയിൽ അങ്ങനെ എപ്പോഴും കയറാറില്ലെങ്കിലും നമ്മൾ കേറുന്ന സമയത്ത് അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അമ്മേനെ കൂടുതൽ അപ്പൊ സഹായിക്കുന്നത് ആദിത്താണോ? ആദ്യത്തെ ഫുഡൊക്കെ ഉണ്ടാക്കോ? ഫുഡ് ഉണ്ടാക്കില്ല, പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മിടുക്കനാ. കണ്ടോ, വീട്ടിലെ എല്ലാ പണിയും അവൻ ചെയ്യും. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. എനിക്ക് കൈ വയ്യാതിരിക്കുന്ന സമയത്ത്, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തൊക്കെ കൊച്ചെല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അങ്ങനെയായിരുന്നു. അപ്പൊ വീട്ടിലെ അങ്ങനെ ഒരു മെയിലിഗോള ആളല്ലായിരുന്നു. എല്ലാ പണിയും ചെയ്യും. അതായത് അമ്മ മിക്കവാറും അമ്മ രാവിലെ കടയിൽ പോയി കഴിഞ്ഞാൽ രാത്രിയെ വരുള്ളൂ. അപ്പയ്ക്ക് പിന്നെ ഫ്രീലാൻസ് ആയതുകൊണ്ട് ഡാൻസ് പഠിപ്പിക്കുക അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാന്നുള്ളതായതുകൊണ്ട് എല്ലാ ദിവസവും ഇല്ലാത്തതുകൊണ്ട് വർക്കുള്ള ടൈമിൽ പോയാൽ മതി. അപ്പൊ വർക്ക് ഇല്ലാത്ത ദിവസം വെച്ചാൽ അപ്പൊ വീട്ടിലെല്ലാം, ഇനി വർക്കുള്ള ദിവസമാണെങ്കിലും വെളുപ്പിനെ 3 മണിക്കൊക്കെ എണീറ്റ് അപ്പൊ എല്ലാ പണിയും ചെയ്തിട്ട് അപ്പൊ വർക്കിന് പോകുള്ളൂ. അത് അമ്മ രാവിലെ പോയിട്ട് രാത്രി വരെ നിൽക്കുക അവിടെ. അപ്പൊ രാത്രി വന്നു കഴിയുമ്പോ അമ്മയ്ക്ക് അത്രയും കൂടെ വയ്യായിരിക്കും. അപ്പൊ അപ്പ വീട്ടിലെല്ലാം പണി ചെയ്തോണ്ടിരുന്നേ. അപ്പൊ മരിക്കണേന് തലേന്നും കൂടിയും വെള്ളം ഇല്ലാതെ വന്നപ്പോ അവിടെ നമുക്കൊരു കിണറുണ്ട്. ആ കിണറ്റ്, ഇവിടെ കിണറില്ല, വീട്ടിൽ കിണറില്ല. അപ്പൊ ആ കിണറ്റിന്ന് കോരി എടുത്തോണ്ട് വന്ന് ടാങ്കിൽ നിറയ്ക്കും. വെള്ളമില്ല, പഞ്ചായത്ത് എന്ന് തന്നെ വെള്ളമായതുകൊണ്ട് 2.5 ഇവിടെ വെള്ളം വരുള്ളൂ. അപ്പൊ പോയി കിണറ്റിന്ന് വെള്ളം ഇല്ലെങ്കിച്ച തന്നെ പോയി കോരി 10 ട്രിപ്പൊക്കെ കോരി കൊണ്ട് ടാങ്കിൽ ഒഴിക്കും. അത്ര ആരോഗ്യമായിട്ട് കിടന്ന ആളാണ്. എല്ലാ പണിയും ചെയ്യും, മിക്സ് അടിക്കും. ഞങ്ങളുടെ എല്ലാവരുടെയും ഡ്രസ്സും അമ്മയ്ക്കൊക്കെ ഓപ്പറേഷൻ ആയിട്ട് കിടന്ന സമയത്ത് അമ്മയുടെയൊക്കെ എല്ലാ കാര്യം നോക്കിയത് അപ്പൊ എല്ലാ കാര്യം അപ്പൊ നോക്കും. അത് ശരിക്കും ഒരു ഭാഗ്യാണ് അല്ലെ? പാചകം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇഷ്ടപ്പെട്ട് അത് ചെയ്യണേ. അപ്പൊ ഉണ്ടാക്കുന്ന എന്ത് ഫുഡ് അദീനക്ക് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നേ? അങ്ങനെ ചോദിച്ചാൽ അപ്പ ഉണ്ടാക്കണ എല്ലാം ഇഷ്ടമാണ്. എന്നാലും കൂടുതൽ ഉണ്ടാക്കി തരാ പഴംപൊരി ഉണ്ടാക്കണ ഇഷ്ടാ. ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ആയിട്ട് അപ്പൊ ഉപ്പുമാവാണ് അപ്പൊ മെയിൻ ആയിട്ട് വയ്ക്കാറ്. ഉപ്പുമാവ് ഇഷ്ടമാണ്. അപ്പൊ ഉണ്ടാക്കണല്ല. പിന്നെ അച്ഛൻ പൊതുവെ നോൺ വെജ് കഴിക്കില്ലായിരുന്നു. പണ്ടൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ അതിനോട് താല്പര്യം ഇല്ലാണ്ടായിപ്പോയി. ഇപ്പൊ ഇവനാണെങ്കിലും അങ്ങനെ നോൺ കഴിക്കില്ല. അപ്പയും അങ്ങനെ നോൺ കഴിക്കുന്നതിനോട് വലിയ താല്പര്യം. പക്ഷെ മീൻ വല്ലപ്പോഴും കഴിക്കും. അപ്പൊ ചിക്കൻ കഴിക്കാനൊക്കെ അച്ഛൻ ഭയങ്കര എതിരായിരുന്നു. എന്നെ കൊണ്ടും കഴിപ്പിക്കില്ലായിരുന്നു. അത് അങ്ങനെ കഴിക്കണത് അപ്പയ്ക്ക് ഇഷ്ടമല്ല. നമ്മളോട് ഒന്ന് സെന്റിമെന്റ്സ് ഇറക്കും. പാവം കോഴി അങ്ങനെ പറയും. അപ്പൊ പക്ഷെ അപ്പൊ മരിക്കാറായ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു 2 or 1 year ആ ഒരു ടൈമിൽ എന്താന്ന് അറിയില്ല, ആള് പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ചിക്കൻ അഡിക്റ്റാ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിക്കൻ കഴിക്കാനേ സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ നിയർലി ഇപ്പൊ ഇങ്ങോട്ട് മാറിയതിന് ശേഷം അപ്പൊ തന്നെ ഞാൻ ആഴ്ചയിലൊക്കെ ഒരു ദിവസം, ആഴ്ചയിൽ വന്നാ വന്നു, വന്നില്ലെങ്കിൽ വന്നില്ല. ഇപ്പൊ പിന്നെ ഡാൻസ് ക്ലാസ് എടുക്കണോണ്ട് എല്ലാ ആഴ്ച ഞാൻ വീട്ടിൽ വന്നെ. പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കണില്ലാത്തതുകൊണ്ട് വീട്ടിലേക്കേ വരവുണ്ടായിരുന്നില്ല. മാസത്തിലൊക്കെ ഒരിക്കലൊക്കെ വന്നു.
അപ്പൊ വരുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി തന്നെ എന്നുള്ളത് കൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിലും പോയിട്ട് Chicken ഒക്കെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് അച്ഛൻ ഇത്ര അടിപൊളിയായിട്ട് ചിക്കൻ വെക്കുന്നത് എനിക്കും അറിയില്ലായിരുന്നു. കാരണം ആള് നോൺ വെജ് വെക്കില്ല. അമ്മയാണ് ഇതെല്ലാം വെക്കുന്നത്. പക്ഷെ അപ്പൊ ഇത്ര അടിപൊളിയായിട്ട് ചിക്കൻ കറി വെക്കുമെന്ന് എനിക്ക് ലാസ്റ്റ് ആണ് മനസ്സിലായത്. മനസ്സിലായത്.